ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു മീ ദ ലെൻസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെറിയൊരു യാത്രയിലാണ്. ഇന്ന് ഞങ്ങളുടെ കൂടെ ലിനുവിൻ്റെ സിസ്റ്റർ അനഘയും കൂടെ ഉണ്ട്. ഞങ്ങൾ മോർണിംഗ് ഒരു 6:30 ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഇതെൻ്റെ ഓക്സിഡേഷൻ ഡ്രിങ്ക് ആണ്. ചൂടുവെള്ളത്തിൽ നമ്മൾ നാരങ്ങ എന്നിട്ട് മിക്സ് ചെയ്തതാണ്. കുറച്ച് ദിവസമായിട്ട് ഞാനത് മുടങ്ങാതെ കുടിക്കുന്നുണ്ട്. രാവിലെ 6:30 ഞങ്ങൾ ജേർണി സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഒരു 8:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തി. അപ്പം ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിൻ്റെ സൗത്ത് സൈഡിൽ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഐലൻഡിലോട്ടാണ്. ഭയങ്കര ചെറിയ ഐലൻഡാണ് ഇത്. എത്രയും ചെറുതാണെന്ന് വെച്ചാൽ 1-2 ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഐലൻഡ് മൊത്തം ചുറ്റിക്കൊണ്ട് വരാം. ഐൽ ഓഫ് വൈറ്റിലോട്ടാണ് ഞങ്ങളിന്ന് പോകുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല മഴ. അപ്പം നമ്മൾ ഈ ഐലൻഡിലോട്ട് പോകുന്നത് ഫെറി എടുത്തിട്ടാണ് കേട്ടോ. ഇതെൻ്റെ ഫസ്റ്റ് ഫെറി ട്രിപ്പും കൂടെ ആണ്. ഞാൻ ഇതുവരെയും ഫെറിയിൽ കയറിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പം ഞങ്ങൾ നേരത്തെ തന്നെ ഫെറിയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് റെഡ് ഫെണ്ണൽ കമ്പനിയുടെ ഫെറീസ് ആണ് കേട്ടോ. അപ്പം നമ്മൾ ടിക്കറ്റ് കാണിച്ചു, നമുക്ക് ബോർഡിംഗ് പാസ് തന്നു. ഇപ്പം നമ്മൾ നേരെ ഫെറിക്കകത്ത് പാർക്കിങ്ങിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. സത്യം പറഞ്ഞാൽ അഞ്ചും ഫാമിലിയും വരുന്നുണ്ട്. പക്ഷെ അവർക്കൊരു പണി കിട്ടിയ എന്താണെന്ന് വെച്ചാൽ ഇവരിതിൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്, പക്ഷെ അവിടെ ബ്ലോക്കായിട്ട് കിടക്കുവാണ്. അപ്പോൾ അവർക്ക് ഈ ഫെറി എന്തായാലും മിസ്സാവും. അപ്പോൾ അവർ നെക്സ്റ്റ് ഫെറിയിലായിരിക്കും വരുന്നത്. ഞങ്ങൾക്ക് ഇനിയും വെയിറ്റ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ കയറി. അപ്പോൾ ഈ ഫെറിയിൽ തന്നെ ഞങ്ങൾ പോവാണ്. അവർ നെക്സ്റ്റ് ഫെറിയിലായിരിക്കും കേട്ടോ വരുന്നത്. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് മേലെ ഫെറിക്കകത്തോട്ട് ചെന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പുറത്തൊക്കെ ഇറങ്ങി നിന്നിട്ട് നമ്മുടെ ഫെറിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കടലിൻ്റെ നടുക്ക് കിടക്കുവാണല്ലോ. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിലൊരു 360 വ്യൂ ഒക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ ഫെറിയുടെ ഓപ്പോസിറ്റ് ഈ ഒരു ലക്ഷറി ക്രൂസ് കിടക്കുന്നത് കണ്ടത്. ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ക്രൂസ് അടുത്ത് വെച്ച് കാണുന്നത്. എനിക്ക് എപ്പോഴും ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ ക്രൂസിൽ കയറണം എന്ന്, ഒരു 1 day സ്റ്റേ ഒക്കെ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, എനിക്ക് വെള്ളമൊക്കെ ഭയങ്കര പേടിയാണ്. ഈ കായൽ, കടൽ, ചെറിയ അരുവി, ഇതൊക്കെ എനിക്ക് പേടിയാണ്. അതുമാത്രമല്ല മല, കുന്ന്, കൊക്ക അതുപോലുള്ള എല്ലാ സെറ്റപ്പും എനിക്ക് പേടിയാണ്. ഇങ്ങനെ അതിലോട്ടൊന്നും വലിഞ്ഞ് കയറിയില്ലെങ്കിലും ദൂരത്ത് നിന്ന് നോക്കാനും എനിക്ക് പേടിയാണ്. അങ്ങനെയുള്ള ഞാൻ എന്ത് ബേസിസിലാണ് ഇതുപോലുള്ള ആഗ്രഹങ്ങളൊക്കെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ആഗ്രഹിക്കാൻ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, വെറുതെ അങ്ങ് പറയാമല്ലോ. അധിക നേരം ഞങ്ങൾ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും നിന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം ഞാൻ അതിൽ നോക്കി നിന്നാൽ എനിക്ക് ചെറിയൊരു തലകറക്കം പോലെയൊക്കെ തോന്നും. കാരണം എനിക്ക് ചെറിയൊരു നെഗറ്റിവിറ്റി ഡസ്കിതയുണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നേരം അതിലോട്ട് നോക്കി നിന്നാൽ എനിക്ക് തന്നെ തോന്നും ഞാൻ ഇനി വെള്ളത്തിൽ വീണ് പോകുമോ, ഇനി എങ്ങാനും ഈ കപ്പൽ മറിയുമോ, അങ്ങനെയൊക്കെയുള്ള തോട്ടൊക്കെ എനിക്ക് വരും. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നില്ല, നേരെ ഫെറിക്കകത്തോട്ട് കയറി. ഫെറിക്കകത്ത് പറയുമ്പോഴത്തേനും നമുക്ക് എല്ലാ സെറ്റപ്പും ഉണ്ട്. റെസ്റ്റോറൻ്റ് ഉണ്ട്, ബാറുണ്ട്, നമുക്ക് ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. നമുക്കൊന്നിനും ഒരു കുറവുമില്ല കേട്ടോ. അതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞങ്ങൾ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് സ്നാക്സൊക്കെ കഴിച്ചിരുന്ന് റിലാക്സൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ എത്തേണ്ട സ്ഥലത്ത് കൃത്യമായി എത്തി. 1 മണിക്കൂറാണ് കേട്ടോ നമ്മുടെ ടോട്ടൽ ജേർണി. അപ്പോൾ ഇങ്ങനെ ഫെറി അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഐൽ ഓഫ് വൈറ്റ് എത്താനായി. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ, ഐലൻഡ് ഭയങ്കര ക്രൗഡഡ് ആണ്. എന്ന് വെച്ചാൽ ചെറിയ ഐലൻഡാണ്. അപ്പോൾ ഇങ്ങനെ ബിൽഡിങ്സ് ഒക്കെ ഇങ്ങനെ തിങ്ങി ഞെരുങ്ങിയതുപോലെയാണ് കേട്ടോ ഉള്ളത്. പക്ഷെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഇങ്ങനെ കുറേ ബോട്ടൊക്കെ ഇങ്ങനെ അടുപ്പിച്ചിട്ടിട്ടുണ്ട്. ഇവരുടെ മെയിൻ എന്ന് പറയുന്നത് ഫിഷിംഗ് തന്നെയാണ്. അതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ഒത്തിരി ബോട്ടിങ്ങനെ അടുപ്പിച്ചിട്ടിട്ടുണ്ട്. പക്ഷെ കാണാൻ ഭയങ്കര ഭംഗിയുള്ള ഒരു ഐലൻഡാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 2 ദിവസം 3 ദിവസമൊക്കെ ഓഫ് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദൂരയാത്രയൊന്നും പ്ലാൻ ചെയ്യേണ്ട, ഈ ഐലൻഡ് വന്നാൽ മതി. ഞാൻ ഭയങ്കര പ്രതീക്ഷയോടല്ല വന്നത്, പക്ഷേ ഐലൻഡ് മൊത്തം കണ്ടു കഴിഞ്ഞ് തിരിച്ച് പോകാൻ നേരം ആയപ്പോഴത്തേനും എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഒരു 2 ദിവസം കൂടെ നിന്ന് അടിച്ച് പൊളിച്ചിട്ട് പോകാമെന്ന് തോന്നി. അത്രയ്ക്ക് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങാൻ സമയത്ത് കാറ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. കാരണം കൊണ്ടിട്ട സമയത്ത് ഇത്രയും വണ്ടികളില്ലായിരുന്നു. തിരിച്ചിറങ്ങിയപ്പോഴത്തേനും നിറച്ച് വണ്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കാറ് മിസ്സായതല്ല, ഇടയിലുണ്ടായിരുന്നു. കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. പിന്നെ കാറൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങളിപ്പോൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഹെവൻ സ്ട്രീറ്റ് സ്റ്റേഷൻ വിസിറ്റ് ചെയ്യാനായിട്ടാണ്. ഹെവൻ സ്ട്രീറ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഹാർട്ട് ഓഫ് ഐൽ ഓഫ് വൈറ്റ് സ്റ്റീം റെയിൽവേ എന്നാണ് അറിയപ്പെടുന്നത്. അത് മാത്രമല്ല ഹിസ്റ്ററി ഓഫ് റെയിൽവേ, അതിൻ്റെ ലോക്കോമോട്ടീവ്സ്, പിന്നെ കോച്ചുകളെയൊക്കെ കുറിച്ചിട്ട് വിസിറ്റേഴ്സിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇൻട്രാക്റ്റീവ് മ്യൂസിയം കൂടിയാണ് ഹെവൻ സ്ട്രീറ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ കുറേ ഹെറിറ്റേജ് ട്രെയിൻസ് ഉണ്ട്, അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. റീസ്റ്റോർഡ് ട്രെയിൻസിൽ വിസിറ്റേഴ്സിന് അപ്പ് ആൻഡ് ഡൗൺ 10 miles ജേർണി ചെയ്യാനും പറ്റും. ഐൽ ഓഫ് വൈറ്റിൻ്റെ കൺട്രി സൈഡൊക്കെ കവർ ചെയ്തുകൊണ്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജേർണി ഉണ്ട്, അതിവിടെ പറ്റും കേട്ടോ.
ഇതാണ് ഞങ്ങളുടെ കറമ്പിപ്പൂച്ച. ഡയറ്റിലാണ്, എനിക്ക് ഷുഗർ വേണ്ട, എന്താണ് ചോറൊന്നും ഞാൻ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ക്രൊസാൻറ്റ് മൊത്തം കഴിച്ചു തീർത്തു. ക്രൊസാൻ്റ് അല്ല, ഇത് ഡോണറ്റാണ് കേട്ടോ. അത് മൊത്തം കഴിച്ചു തീർത്തു. പിന്നെ എന്തേലും ആവട്ടെ എന്ന് ഞാൻ ഓർത്തു. കാരണം അതിവിടെ ഇരുന്നാൽ ഞാനെടുത്ത് കഴിച്ച് വെറുതെ വണ്ണം വെക്കും. എന്തിനാ അവൻ കഴിച്ചോട്ടെ എന്ന് ഞാൻ ഓർത്തു. അപ്പോൾ നമുക്ക് ഇതിലേക്കൂടെ നടന്നിട്ട് നമുക്ക് ആ മ്യൂസിയത്തിലോട്ട് പോവാം. ഞങ്ങൾക്ക് ലാവശ്യമായിട്ട് സമയമുള്ളതുകൊണ്ടും ഇവിടെ പ്രത്യേകിച്ച് വേറെ വലുതായിട്ട് ലണ്ടൻ പോലെയും അങ്ങനെ ഇങ്ങനെയൊന്നും കാണാനില്ലാത്തതുകൊണ്ടും ഞങ്ങൾ വിചാരിച്ചു ഈ ഒരു യാത്ര ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ കുറേ ബസ്സും ഇങ്ങനെ പഴയ ബസ്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ എന്തോ ഇന്ന് ഫെസ്റ്റോ അങ്ങനെ എക്സിബിഷനൊക്കെ ഉണ്ട് കേട്ടോ. വന്ന ദിവസം എന്തായാലും കൊള്ളാം. ഇച്ചിരി മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് പോവാം. പിന്നെ അതേ ഇവിടെ ഒരു സ്റ്റീം എഞ്ചിൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ലോക്കോ പൈലറ്റ് നിന്നിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ റെയിൽവേ ജേർണിക്കുള്ള ടിക്കറ്റ്സ് എടുക്കാനായിട്ടാണ്. 5ഉം പൈസയൊന്നും ഇപ്പോഴും വന്നിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്. ടിക്കറ്റ്സ് എടുത്തിട്ട് ഞങ്ങൾക്ക് അടുത്ത ബാച്ചിനെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ട്രെയിൻ ഇപ്പോൾ പോയിട്ടേ ഉള്ളൂ. ഇത് തിരിച്ച് അപ്പ് ആൻഡ് ഡൗൺ പോയി തിരിച്ച് വന്നിട്ട് അടുത്ത ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അപ്പുറത്ത് കുറച്ച് ഫെസ്റ്റും കാര്യങ്ങളും പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത ബാച്ചിനല്ലേ പോകാൻ പറ്റുള്ളൂ, ഒരുപാട് സമയമുണ്ടല്ലോ. അപ്പോൾ അവിടെ പോയി കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത ബാച്ചിൻ്റെ ടൈം ആകുമ്പോഴത്തേനും വരാമെന്ന് വിചാരിച്ചു. ഇവിടെ കുറേ റൈഡ്സും കാര്യങ്ങളും പിന്നെ കുറേ സാധനങ്ങൾ വിൽക്കാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. മെയിനായിട്ട് പറയാനുള്ളത് ഓഗസ്റ്റിൽ വരുന്നതാണ് ഐൽ ഓഫ് വൈറ്റിലെ ഏറ്റവും ബെസ്റ്റ് ടൈം. ഓഗസ്റ്റിലാണ് ഇവിടെ ഫെസ്റ്റിവൽസും. ഐൽ ഓഫ് വൈറ്റിലെ ബിഗ്ഗസ്റ്റ് ഫെസ്റ്റിവൽ വരുന്നത് ഓഗസ്റ്റിലാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഐലൻഡാണ്. ഇവിടെ ഭയങ്കര വലിയ വലിയ പരിപാടികളും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഐലൻഡാണ്. നമുക്കിവിടെ വരുമ്പോഴത്തേനും മനസ്സിലാവും പഴയ കാലത്തെ ഒരു ബ്രിട്ടീഷ് ഫീല്. ഞാൻ പഴയ കാലത്ത് ഉണ്ടായില്ല, എന്നാലും നമ്മൾ മൂവീസൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ആ ഒരു ഫീലൊക്കെയാണ് കേട്ടോ നമുക്കിവിടെ കിട്ടുക. പിന്നെ ഇവിടെ കുറേ കുഞ്ഞു കുഞ്ഞു കടകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കടകളും ഇങ്ങനെ വെറുതെ കയറി ഇറങ്ങി നോക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ കൂടെ ലിനു എന്തൊക്കെയോ മേടിച്ച് കൂട്ടുന്നുണ്ട്. ലിനുവിന് ഇതുപോലെ ഈ കുഞ്ഞു കുഞ്ഞു കാസിൻ്റെ ഒക്കെ കളക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അവനവിടെ കണ്ട കുറേ കാസൊക്കെ മേടിച്ച് കൂട്ടി. എനിക്ക് ഈ യെല്ലോ ഹാറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ഞാനത് മേടിച്ചു. അഞ്ചു ഇതിൽ കയറാൻ നിൽക്കുവാണോ? അങ്ങനെ 27 വയസ്സായപ്പോഴത്തേനുമാണ് ഈ ആഗ്രഹം 5 സബലീകരിച്ചത്. പിന്നെ ആഗ്രഹമുണ്ടെങ്കിൽ അത് സാക്ഷാത്കരിക്കാൻ വയസ്സൊന്നും ഒരു ബാരിയർ അല്ലല്ലോ എന്നാണല്ലോ. പക്ഷേ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ കുറച്ച് കടന്നു പോയില്ലേ എന്നാണ്. അഞ്ജുവിൻ്റെ കൊച്ചു നോക്കുക, ഈ തള്ള ഇത് എന്ത് പണ്ടാരോ ഈ കാണിക്കുന്നതെന്നുള്ളത്. അഞ്ജുവിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കണ്ടാൽ തോന്നും അഞ്ജു ബങ്കി ജമ്പിങ്ങിന് എന്തോ പോയിരിക്കുകയെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് പച്ചക്കുതിരയിലെ ദിലീപിനെയാണ് ഈ സമയം ഓർമ്മ വന്നതേ. ആ ഒരു പ്രായത്തിൽ കവിഞ്ഞ മെച്യൂരിറ്റിയാണ് അഞ്ജു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഞ്ജുവിൻ്റെ ആഗ്രഹമൊക്കെ സബലീകരിച്ചതിന് ശേഷം ഞങ്ങൾ ട്രെയിനിൽ കയറുവാണ്. ടിക്കറ്റൊക്കെ ഓരോരുത്തർക്കും കൊടുത്തിട്ട് ഞങ്ങൾ ട്രെയിനിൽ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര സൗണ്ടൊക്കെയാണ് കേട്ടോ. നമ്മുടെ സാധാരണ ട്രെയിൻ പോലെ അല്ല, അത് പിന്നെ അങ്ങനെ അല്ലല്ലോ, ഇത് സ്റ്റീം ട്രെയിൻസ് ആണല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് ട്രെയിൻ കണ്ടപ്പോഴത്തേനും നമ്മുടെ കിലുക്കത്തിൽ രേവതി വന്നിറങ്ങുന്ന ട്രെയിനില്ലേ, അത് ഇതുപോലെയല്ലേ ഉള്ളത്, എനിക്ക് അതുപോലെയാണ് കേട്ടോ തോന്നിയത്. പക്ഷെ അകത്ത് കയറിയപ്പോഴത്തേനും ഉണ്ടല്ലോ ഭയങ്കര ലക്ഷറി സെറ്റപ്പ് ആയിരുന്നു. കിട്ടില്ല, നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഒന്നും ഇതിൻ്റെ തൊട്ടടുത്ത് പോലും വരികയില്ല. ഈവൻ ലണ്ടനിലുള്ള ട്രെയിൻസ് പോലും ഇതുപോലേ അല്ല. നല്ല കോസി കുഷനൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. ശുണ്ടൻ ഇവിടെ എൻജോയ് ചെയ്യുകയാണ് കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇങ്ങനെ ഐൽ ഓഫ് വൈറ്റിൻ്റെ കൺട്രി സൈഡിലൂടെ ഈ ഒരു യാത്ര ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് ഞങ്ങളുടെ ഹോട്ടലിലോട്ടാണ്. ഞങ്ങൾ ഷാങ്ക്ലിൻ വില്ലേജിലാണ് കേട്ടോ ഹോട്ടൽ എടുത്തത്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ തപ്പിയാണ് ഇവിടെ കിട്ടിയത്. ഇവിടെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഷാങ്ക്ലിൻ വില്ലേജ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് വില്ലേജാണ്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ റൂംസും കാര്യങ്ങളുമൊക്കെ ആണെങ്കിലും ഭയങ്കര ലക്ഷറി സെറ്റപ്പൊന്നും അല്ല, അത്രയും പ്രതീക്ഷിക്കരുത്. എന്നാലും അത്യാവശ്യം നല്ലൊരു ഇതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓൾഡസ്റ്റ് ടൗൺ ആണിത്. അതിൻ്റേതായ കുറച്ച് കുഴപ്പങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ആ ഒരു ബ്രിട്ടീഷ് ഫീൽ, പഴയ ബ്രിട്ടീഷ് ഫീൽ നമുക്ക് കിട്ടും കേട്ടോ ഇവിടെ വരുമ്പോഴത്തേനും.
നമുക്ക് ഇവിടുത്തെ ബിൽഡിങ്സിലും ഇവിടുത്തെ ആൾക്കാരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും പിന്നെ ആ ഒരു കൾച്ചറിലും ഒക്കെ നമുക്ക് മനസ്സിലാവും. ആ ഒരു പഴയ ബ്രിട്ടീഷ് ഒരു ഫീല് നമുക്ക് കിട്ടും. ലണ്ടനിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഒരു ചേഞ്ച് നമുക്ക് എവിഡൻ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പോൾ എൻ്റെ റൂം ഞാൻ കീ അകത്ത് വെച്ച് പൂട്ടിപ്പോയതുകൊണ്ട് എൻ്റെ റൂമിൽ കയറാൻ പറ്റില്ല. ഇത് അഞ്ജുവിൻ്റെ റൂമാണ്. ഇവരുടെ റൂമിൽ 3 ബെഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് അഞ്ജുവൊക്കെ ആയിട്ട് കളിച്ച് ആ കളി നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. എനിക്ക് അഞ്ജുവിനെ കിട്ടിയാൽ ഞാൻ ഇതുപോലെ ഓരോ പണികൾ ഒപ്പിക്കും കേട്ടോ. അഞ്ജു 2 ബെഡിൻ്റെ ഇടയ്ക്കൂടെ പോയി. അപ്പോൾ അഞ്ജു താഴെ വീഴുവോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ അമർത്തി താഴത്തോട്ട് വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പാവമല്ലെന്ന് ഓർത്തിട്ട് ഞാൻ വെറുതെ വിട്ടു. കാരണം കുറേ നേരം എനിക്ക് കളിച്ച് കഴിയുമ്പോൾ ഞാൻ മടുക്കും. അങ്ങനെ ഞാൻ അതിനെ കളഞ്ഞിട്ട് പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഒരു പാർട്ടിക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ റൂം. ഫൈനലി ഞങ്ങൾക്ക് താക്കോലൊക്കെ കിട്ടി കുറച്ച് അലമ്പായിട്ട് കിടക്കുവാണ്. അപ്പോൾ ഉള്ളിൽ ഞങ്ങൾക്ക് ചെറിയൊരു റൂമുണ്ട്. അവിടെ അനഘയാണ്. ഇവിടെ നിൽക്കുമ്പോഴത്തേനും നമുക്ക് പൂളും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും. ഇത് അനഘയുടെ റൂമാണ്. പിന്നെ ഞങ്ങൾക്കൊരു ടോയ്ലറ്റൊക്കെ ഉണ്ട്. ഭയങ്കര 5 സ്റ്റാർ സെറ്റപ്പും കാര്യങ്ങളും ഒന്നും അല്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ലാത്ത നോർമൽ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു നോർമൽ ഹോട്ടലാണ്. ഞങ്ങളുടെ വിസിറ്റിന് ഒരു 1 വീക്ക് മുന്നേ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇവിടെ വന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് ഞങ്ങൾക്ക് ഷാങ്ക്ലിൻ വില്ലേജിൽ തന്നെ നിങ്ങൾ റൂം ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത് അവരാണ് കേട്ടോ. നിങ്ങൾ ഇവിടെ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഫീലും കാര്യങ്ങളും ഐൽ ഓഫ് വൈറ്റ് വന്നിട്ട് ഷാങ്ക്ലിൻ വില്ലേജ് വിസിറ്റ് ചെയ്ത് അവിടെ തന്നെ റൂം എടുത്താലേ ആ ഒരു കംപ്ലീറ്റ് ഇതാകുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ റിഗ്രറ്റ് ഒന്നും ഇല്ല കേട്ടോ. കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ പുറത്തിറങ്ങിയപ്പോൾ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഭയങ്കര വലിയ ഷോപ്സൊന്നും ഇവിടെ ഇല്ല, ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയപ്പോൾ ഈ ഒരു സ്മോക്ഡ് ഗാർലിക് ഉണ്ടായിരുന്നു. ഭയങ്കര മണമാണ് കേട്ടോ, നല്ലൊരു മണമാണിതിന്. പക്ഷേ ഞങ്ങൾക്കിത് മേടിച്ചുകൊണ്ട് വരാൻ പറ്റിയില്ല. കാരണം ഇനിയും ഞങ്ങൾ ഒരു ദിവസം കൂടെ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അഞ്ജുവിൻ്റെ വീട്ടിൽ പോയി 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തുള്ളൂ. അപ്പോഴത്തേനും ഈ സാധനം ചീത്തയായി പോകും. അതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല. പിന്നെ അവിടെ കുറേ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ചട്നീസും മാംഗോ ചട്നി, ഗാർലിക് ചട്നി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളൊന്നും മേടിച്ചില്ല. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ചെറുതായിട്ട് ബുക്കാൻ തുടങ്ങി. കാരണം ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചതാണ്. അതും ഫെറിന്ന് കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഒന്നും കഴിച്ചില്ല. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ചെറുതായിട്ടൊക്കെ വിശന്നു തുടങ്ങി. പിന്നെ ഇവിടെ വലിയ വലിയ ഷോപ്സും റെസ്റ്റോറൻറ്റ്സും അങ്ങനെ ഒന്നുമില്ല. ഇതൊരു ചെറിയ ഫുഡ് കോർട്ട് പോലത്തെ ഒരു സ്പേസ് ആണ്. 1-2 കടകളും ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾ ഓർത്തു ഇനി ഇതും കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് കിട്ടിയത് ഞങ്ങൾ മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കഴിയുമ്പോൾ ഈ കടകളൊക്കെ പൂട്ടിപ്പോയാൽ ഒന്നും കിട്ടാത്ത അവസ്ഥയാവില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഐസ്ക്രീംസും ഡോണറ്റ്സും പിന്നെ പാൻകേക്കും അങ്ങനെ 1-2 സാധനങ്ങൾ മേടിച്ചു. ലീന് വെറുതെ ശുണ്ടനെ കൊതി പിടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കിട്ടിയതൊക്കെ മേടിച്ച് ഞങ്ങളിങ്ങനെ കഴിക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതുകൊണ്ട് കൊടുക്കുമ്പോൾ ഫൈസി എന്നെ പുച്ഛിച്ച് തള്ളുന്ന ഒരു ഇതുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഷോട്ടിൽ ഈ സെയിം സാധനം നക്കിക്കൊണ്ടിരിക്കുന്ന ഫൈസി എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങളുടെ ഫൈസി ഇങ്ങനെയാണ്, ചെറിയൊരു ഉളുപ്പില്ലായ്മ സെറ്റപ്പാണ്. ആദ്യം പുച്ഛിക്കും, പിന്നെ അത് തന്നെ മേടിച്ച് കഴിക്കും. ചെറിയൊരു ജാട ഇടും ആദ്യം, പിന്നെ അതങ്ങ് ശീലമാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നിന്ന് തന്നെ റെസ്റ്റോറൻറ്റിൽ ചെറിയൊരു പാർട്ടി ഉണ്ട്, നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയപ്പോഴേ ഞങ്ങളോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് 70s പാർട്ടിയാണെന്ന് ഞങ്ങൾ തിരിച്ച് ചെല്ലുമ്പോഴാണ് അറിയുന്നത്. ഇവിടെ യുവജനങ്ങളായിട്ട് കാണാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാത്രമേ പറ്റുള്ളൂ. ബാക്കി എല്ലാം ഇവിടെ ഒരുതരം എക്സ്പയറി ഡേറ്റ് ആവാനായതുങ്ങളാണ് എല്ലാം. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരു റിട്ടയർമെൻറ്റ് സെറ്റപ്പാണ്. ഇവിടെ എല്ലാവരും ഇങ്ങനെ റിട്ടയർമെൻറ്റ് ലൈഫ് പോലെ ഇങ്ങനെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ലൈഫ് ആഗ്രഹിക്കുന്നവർ മാത്രമേ ഇവിടെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ യങ്സ്റ്റേഴ്സ് ഒന്നും ഇല്ല. ഈ ഒരു പാർട്ടിക്ക് യങ്സ്റ്റേഴ്സിനെ ഞങ്ങൾ കണ്ടതേയില്ല. ഈ അപ്പൂപ്പനും അമ്മൂമ്മയാണ് ഇവിടുത്തെ ആസ്ഥാന ഡാൻസേഴ്സ്. ഇവർ എന്തൊക്കെയോ സ്റ്റെപ്പ് കാണിക്കുന്നുണ്ട്, അത് കണ്ടുപിടിക്കുന്ന എല്ലാവരും കൈയടിക്കുന്നുമുണ്ട്. ഞങ്ങളുടെ പിള്ളേർ മാറി നിന്ന് ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. കാര്യം ഇവരുടെ സ്റ്റെപ്സിനോട് ഞങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നേ ഇല്ല. അപ്പം ഞങ്ങൾ മാറി ഒരു മൂലയ്ക്ക് നിന്ന് എന്തൊക്കെയോ ഡാൻസ് ഞങ്ങളും കളിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എല്ലാവരും കൂടെ വന്നു. ഞങ്ങൾ കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് മേലെ പോയി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. കാരണം നല്ല ടയേർഡാണ്. പിന്നെ നാളെ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങൾ കവർ ചെയ്യാനും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഉടനെ തന്നെ ചെയ്യാം. ടാറ്റാ ബൈ ബൈ, സീ യു.